ജോൺ ബ്രിട്ടാസ് ആ രാജ്യസഭയിൽ പോയിട്ട് ഗണപതി മിത്തായതുപോലെ രാമനും മിത്താണ്, അത് ഗാന്ധിജിയുടെ രാമനായാലും ശരി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജോൺ ബ്രിട്ടാസിന് ഇവിടെ പഞ്ഞിക്കിട്ടനെ എന്നുള്ളതാണ് എനിക്കവിടെ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോൺ ബ്രിട്ടാസിൻ്റെ ആ തീപ്പൊരി പ്രസംഗത്തിൻ്റെ തീപ്പൊരി വന്നത് അത് അഗ്നികുണ്ഡത്തിൽ നിന്നുമല്ല, അതൊരു ബീഡിക്കുറ്റിയിൽ നിന്നുമാണ്, കാജ ബീഡിയുടെ കുറ്റിയിൽ നിന്നുമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ എന്തായി ലാസ്റ്റ് തീരുമാനം വന്നു, അതായത് ഈ ശ്രീരാമന് മുത്ത് തന്നെയാണ് കേട്ടോ എന്നാണ് ഇപ്പോൾ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഒന്നുകൂടി പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഗാന്ധിയുടെ രാമൻ മുത്ത് ഹേ എന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് പറയാനുള്ള നട്ടല്ലൊന്നും ഒരു തീപ്പൊരിയും പുറപ്പെടുവിക്കാനുള്ള കെൽപ്പ് നമ്മളുടെ ജോൺ ബ്രിട്ടാസ് അണ്ണനില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ പോയിട്ട് അവിടെ ഈ വിശ്വാസത്തിൻ്റെ പേരിൽ ഉള്ള സംഗതികളെ തുറന്നു പറയാൻ, ഈ കേരളത്തിലൊക്കെ ഇരുന്ന് തുറന്നു പറയുന്ന ആ ആർജവം അത് പുറത്തെടുക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു ബ്രിട്ടാസിനെയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അവിടെ